ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സവാള ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഓയിലിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അതൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഇത് കണ്ടോ, ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വന്നതിന് ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ബീഫിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. ബീഫിന് വേണ്ടിയിട്ട് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് അരച്ചെടുത്തു. ഇത് കണ്ടോ, അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്യണമായിരുന്നു. അത് വിട്ടുപോയതുകൊണ്ട് പിന്നെ രണ്ടാമത് പച്ചമുളകിട്ട് നമ്മൾ അടിച്ചെടുത്തു. ഇത് കണ്ടോ, അതിട്ട് നല്ലോണം നമ്മൾ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം സവാള ഇട്ട് പിന്നെ സവാള ഒന്ന് ഇത്തിരി വാടിയതിന് ശേഷം നമ്മളപ്പോൾ തന്നെ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ പേസ്റ്റ് നമ്മൾ അരച്ച് അതിനകത്തേക്ക് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ സാധാ ഗരം മസാല, പിന്നെ അങ്ങനെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ബീഫ് മസാല ആഡ് ചെയ്യാം. പിന്നെ അത് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് ബീഫ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തു. തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നല്ലോണം അതിൽ കിടന്ന് വേവണം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ റൈസ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള കറുവപ്പട്ട, ഗ്രാമ്പൂ കണ്ടോ, ഇതെല്ലാ ഐറ്റംസും കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. റൈസ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ. ഒരു മീഡിയം ഇതിൽ വെന്താൽ മതി, എന്ന് വെച്ചാൽ കറക്റ്റൊരു ഇതിൽ, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും റൈസ്. ബീഫിനാണെങ്കിൽ ഇപ്പോൾ അത് തിളയ്ക്കാനുള്ള ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് അതിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുവാണ്. കണ്ടോ, ഇപ്പോൾ എന്നിട്ട് ആ ബീഫിൻ്റെ കറി ഇതിലേക്ക്, ഈ റൈസിലേക്ക് നമ്മളിപ്പോൾ സെപ്പറേറ്റ് അത് പകർത്തി വെച്ചതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബീഫിൻ്റെ ഇതും കൂടി നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. കണ്ടോ, കറിയും കൂടി ഇട്ടതിന് ശേഷം നമ്മളത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, അപ്പോൾ ഈ ഒരു ഇതിൽ കിട്ടും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ബീഫും അതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടി അതിൽ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂടോടെ സെർവ് ചെയ്യുകയാണ്. പിന്നെ സാലഡ് നമ്മൾ സൈഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ജസ്റ്റ് പറ്റുമെങ്കിൽ ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.